ആഗ്രഹത്തോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ച ദൈവദാസനെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദയവായി നമ്മൾ ഈ ചെറിയ ലൗകികമായ, ഭൗതികമായ, സാമ്പത്തികമായ, മാനസികമായ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എനിക്ക് ആരുമില്ല, ഹല്ലേലൂയ, ഞാൻ ഏകനായി പോയി എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടാതെ ഈ മർമ്മം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. യേശു പറഞ്ഞു, നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു ഇലക്ഷൻ നടത്തി എന്നെ നേതാവായിട്ട് തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അത് ഹല്ലേലൂയ, സ്തോത്രം, കർത്താവായ യേശുവിന് മാത്രമേ അറിയൂ. കാരണം യേശു പറയുന്നു, ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ വന്നത്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്. അപ്പോൾ പിതാവിൻ്റെ പദ്ധതിയായിരുന്നു കർത്താവ് ഹല്ലേലൂയ ഇവരെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, മാനുഷികമായി പറഞ്ഞാൽ യേശു കർത്താവ് ഇവരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവർ ഒട്ടും കർത്താവിൻ്റെ പദ്ധതികൾക്ക് ഫിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ചേർന്ന നിലയിൽ പ്രയോജനപ്പെടുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ആളുകളായിരുന്നു. നമ്മൾ ആരെങ്കിലും അങ്ങനെ തിരഞ്ഞെടുക്കുമോ? അങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നമുക്കൊരാളോട് പറയാൻ പോലും കഴിയില്ല. ഒരു വിവാഹം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു നിലയിലും ചേരാത്ത ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പം 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ തോറ്റുപോയ ആളെ +2 പഠിപ്പിക്കാൻ എടുക്കണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അത് കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ മാത്രമേ ഉള്ളൂ. ഈ ലോകം യോഗ്യരായ ആളുകളെ തേടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, യോഗ്യരായ ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ യേശു ക്രിസ്തുവിന് മാത്രമേ അയോഗ്യരായ ആളുകളെ തിരഞ്ഞെടുക്കുവാൻ കഴിയൂ. അപ്പോൾ യേശു അവരെ തിരഞ്ഞെടുത്തു. അടുത്തത്, അവൻ മലമേൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. എന്തിനാ? ഒന്നാമത്തെ ഉദ്ദേശം, തന്നോട് കൂടെ ഇരിപ്പാൻ. ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക കൂട്ടായ്മ ആസ്വദിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ആളുകളെ കണ്ടുകിട്ടാൻ വലിയ പ്രയാസമാണ്. മറ്റു പല കാര്യങ്ങൾ ആസ്വദിക്കുന്നവരുണ്ട്, ലൗകികമായ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കുന്നവരുണ്ട്, ആത്മീകമെന്ന നിലയിൽ പലതും ആസ്വദിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദ്യകരമായ അവസ്ഥയെ, അനുഭവം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മറന്ന്, നമ്മുടെ സകല ഭാരങ്ങളെയും മറന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇടുങ്ങിയ വഴികൾ, പരിപരുത്ത അനുഭവങ്ങൾ, മരുഭൂമിയുടെ അനുഭവം, ഇതിനെയെല്ലാം മറന്ന്, നമ്മൾ പരിസരം മറന്ന് നമ്മൾ ആസ്വദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ യേശുവിനോട് കൂടെ ഇരിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവരോട് നിങ്ങളുടെ വിഷയങ്ങൾ തരിക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതെല്ലാം വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കണം, അവർക്ക് കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കണം, അവരെ നമ്മൾ താങ്ങണം. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ളതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില സ്വകാര്യ നിമിഷങ്ങൾ വേണം. ഒരു പ്രാർത്ഥനാ വിഷയങ്ങളുമില്ല, ഒരു ഹിഡൻ അജണ്ടകളും ഇല്ലാതെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ സാന്നിധ്യം അനുഭവിപ്പാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചില അനുഭവങ്ങൾ. അപ്പൊ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ആത്യന്തികമായ പദ്ധതികളിൽ ഒന്ന്, തന്നോടുകൂടി ഇരിപ്പാൻ. രണ്ടാമത്തേത്, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുണ്ടാകുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും അവൻ അവരെ തിരഞ്ഞെടുത്തു. ഇന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പല മേഖലകളിൽ നിന്നും എവിടെയെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളോ അടയാളങ്ങളോ വിടുതലുകളോ ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് പേര് അതിനെ വിമർശിക്കുന്നത് കാണാം. എന്തിനാണ് ഇവർ വിമർശിക്കുന്നതെന്ന് എനിക്കറിയില്ല. സുവിശേഷത്തിന് അത് ഇത് ഇല്ല എന്ന് ഇവർ ധരിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കപ്പെട്ടു എന്ന വാക്യം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണോ നമുക്കറിയില്ല. ഹല്ലേലൂയ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ പദ്ധതിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ ഉദ്ദേശത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ കർത്താവിൻ്റെ വേലയ്ക്കോ ദൈവിക പദ്ധതികൾക്കോ ഉതകുന്ന നിലയിലുള്ള ഒരു ക്യാരക്ടറോ ഒരു നിലവാരമോ ഒരു കാഴ്ചപ്പാടോ ഒരു സ്തോത്രം ദർശനമോ ഒന്നുമില്ലെങ്കിലും കർത്താവ് ഉന്നതമായ പദ്ധതി നിമിത്തമാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അവനോട് നമ്മൾ ചേർന്നിരിക്കാൻ തയ്യാറായാൽ ശ്രേഷ്ഠമായ സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും കർത്താവ് നമ്മളെ ഉപയോഗിക്കും. എന്നോട് ദൈവം